അമേരിക്കൻ ചരക്ക് കപ്പലിനെ ഇറാൻ ആക്രമിച്ച് തകർത്തു. ഹോർമുസ് കടലിടുക്കുമായി നിരന്തരം എന്ന തരത്തിൽ ആക്രമ പരമ്പര അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ അപൂർവമായിരിക്കുന്ന വിവരങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ അടിക്ക് അടി എന്ന തരത്തിൽ നീങ്ങണമെന്നാണ് ഇറാൻ്റെ മൊത്തത്തിലുള്ള തീരുമാനം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്ന് ഏത് തരത്തിലുള്ള ആക്രമണം രാജ്യത്തിന് നേരെയോ സംവിധാനങ്ങൾക്ക് നേരെയോ വരികയാണെങ്കിൽ പിന്നീട് അത് കാത്തിരിക്കേണ്ട കാര്യമില്ല, അപ്പം തന്നെ അതിന് തിരിച്ചടി നൽകണം എന്ന തീരുമാനത്തിലേക്ക് IRGC എത്തിയിരിക്കുന്നു. ഈ കാര്യത്തിൽ അടിയന്തരമായിരിക്കുന്ന 2 മീറ്റിംഗാണ് ടെഹ്റാനിൽ വെച്ച് ഗവൺമെൻറ് പ്രതിനിധികളും IRGCയുടെ തലവന്മാരും തമ്മിൽ ചേർന്നത്. ഏകോപനമില്ല എന്നുള്ള ഒരു അഭിപ്രായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇവർ രണ്ട് വിഭാഗങ്ങളും സംയുക്തമായ രീതിയിൽ യോഗം ചേരുകയും ഈ കാര്യത്തിൽ സത്വരമായിരിക്കുന്ന ഒരു ഏകോപന തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. പ്രത്യേകം വിങ് രൂപീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. രാജ്യത്തിന് നേരെ ഏത് തരത്തിൽ അമേരിക്ക ആക്രമിച്ചാലും അപ്പം തന്നെ അതിന് തിരിച്ചടിക്കുക എന്നുള്ളത് മാത്രമല്ല, വലിയ നാശമുണ്ടാക്കുന്ന ആക്രമണം നടത്തണം എന്നുള്ളത് കൂടിയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ 2 തവണയാണ് കുവൈറ്റിലെ അമേരിക്കൻ ബേസിന് നേരെ ആക്രമണം നടത്തിയത്. ഒരു പ്രാവശ്യം നടത്തിയ ആക്രമണത്തിൽ വലിയ തീപിടുത്തം ഉണ്ടാവുകയും ഒരു ബിൽഡിംഗ് അപ്പാടെ കത്തി നശിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. രണ്ടാമത് നടത്തിയ ആക്രമണത്തിലാണ് ഈ വലിയ ദുരന്തം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ആക്രമണത്തിൽ ചെറിയ രീതിയിലുള്ള അപകടം മാത്രമാണ് പറ്റിയത് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇതേക്കുറിച്ചൊന്നും കൃത്യമായിരിക്കുന്ന വിശദീകരണ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരാറില്ല. വലിയ നാശങ്ങൾ അമേരിക്കക്ക് ഉണ്ടാകുന്നുണ്ട്. ആ അമേരിക്കക്ക് നാശം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കോപാകുലനായി തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട്, ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് സംസാരിച്ചതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഇടപെടലുകൾ പല ഘട്ടങ്ങളിലും നെതന്യാഹു നടത്തുന്നുണ്ട്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിരിക്കുന്ന ഭാഗമാണ് ആ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ മേഖലയിലെല്ലാം ഉണ്ടായത് എന്ന് കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് വന്നത്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി അവസാനിച്ചു. ഇനി അമേരിക്കയുമായി ഒരു തരത്തിലും ചർച്ചയില്ല, ചർച്ചയുടെ ആവശ്യമില്ല. ചർച്ച എന്ന് പറഞ്ഞ പ്രഹസനമാണ്, അത് നാടകമാണ്. അത് ഏത് തരത്തിൽ നടത്തിയാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികപരമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അതിന് വിരുദ്ധമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഇതൊരു നാടകമാണ്. ആ നാടകത്തിൽ ഞങ്ങൾ പങ്കാളിത്തം വഹിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഇറാൻ. അതോടുകൂടിയിട്ട് ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിലായിരുന്നു പാകിസ്ഥാൻ ഇതിൽ കക്ഷി ചേരുകയും ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത്. പല ഘട്ടങ്ങളിലും അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ട് ഈ പാകിസ്ഥാൻ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പിന്നീട് മനസ്സിലാകുന്നത് ഇറാൻ അനുകൂലമായിരിക്കുന്ന നിലപാടാണ്. കാരണം ഇറാൻ്റെ യുദ്ധവിമാനം പോലും പാകിസ്ഥാൻ്റെ എയർബേസിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി നൽകി എന്ന റിപ്പോർട്ടും അതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥാ കാര്യങ്ങൾ പറയുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തന്നെ ഇറാൻ തീരുമാനിച്ചത്. ഇതിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ അസ്വസ്ഥരാണ്. അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഇറാൻ നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനിക ബേസുകളും സംവിധാനങ്ങളും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാത്തിടത്തോളം കാലം അതിൻ്റെ പരിണത ഫലങ്ങൾ ആ രാജ്യം അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ട് അവരെ ഒഴിവാക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും സുരക്ഷിതത്വമില്ല. ഉള്ള കാരണത്താൽ നിങ്ങൾക്ക് നാശങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ അമേരിക്കയെ കാണേണ്ടതുള്ളൂ. അവരൊരിക്കലും നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകില്ല എന്നുള്ളത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട എന്നുള്ളതും, അവരാണ് നിങ്ങളെ ആക്രമിക്കുക, അതായത് ശത്രുവിനെയാണ് നിങ്ങൾ പാല് കൊടുക്കുക എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇറാൻ ആവർത്തിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് അമേരിക്ക എടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ്. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിലൂടെ മറ്റ് കപ്പലുകൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് സുരക്ഷിതത്വം ഒരുക്കുന്ന സംവിധാന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ സുരക്ഷിതത്വം ഒരുക്കുന്ന വിഷയം എന്ന് പറയുന്നത്
മറ്റ് കപ്പലുകളോട്, അത് യൂറോപ്യൻ രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവിധ സുരക്ഷ തരും, പിന്തുണ തരും, പിറകിലുണ്ട്, മുമ്പിലുണ്ട് എന്നൊക്കെ പറയും. അവരങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാവും. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഹോർമുസ് തങ്ങളുടെ കടലിടുക്കാണ്, അതിൽ ഞങ്ങൾ ചുങ്കം ചുമത്തും, ചുങ്കമുള്ള കപ്പലുകൾക്ക് മാത്രമേ കടന്നു പോകാൻ വേണ്ടി പറ്റൂ എന്നുള്ള കാര്യം അവർ പറഞ്ഞതാണ്. അതില്ലാതെ, അതായത് ഈ മതിൽക്കെട്ടുകൾ ഈ ഇറാന് ഹോർമുസ് കടലിൽ ഉണ്ടായിരിക്കുന്ന ഈ അവകാശം ഇല്ലാതാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കും എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ സംശയമുണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് പോകുന്നത്. കപ്പലിന് നേരെ വെടിവെക്കുന്നു. കപ്പലിന് നേരെ വെടിവെച്ചാൽ അമേരിക്കയുടെ സൈനികർ ഇറാൻ്റെ സംവിധാനത്തിന് നേരെ ആക്രമിക്കും. അതായത് അവിടെ ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ സൈനികരും അതുമായിട്ട് ബന്ധപ്പെട്ട ബോട്ടുകളും കാര്യങ്ങളും അത് നേരെ ആക്രമണം നടക്കും. ആക്രമണം നടത്തിയാലോ അതൊരു അവസരമായിട്ട് ഇറാൻ എടുത്തുകൊണ്ട് അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ തിരിച്ചടിക്കും. അത് ഗൾഫ് രാജ്യങ്ങളിലുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് കുവൈറ്റിൻ്റെ സൈനിക ബേസാണ്. UAE നിന്ന് കുറച്ച് അല്പാൽപമായി ഇപ്പോൾ ആക്രമണം കുറഞ്ഞു വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അഥവാ ഇറാന് നേരെ നടത്തുന്ന ആക്രമണം UAE നിന്നല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്, കുവൈത്തിൽ നിന്നാണ് എന്ന് സാരം. അതിനും ഒരു കാരണം പറയുന്നുണ്ട്. UAE വളരെ കർക്കശമായ രീതിയിൽ തന്നെ അമേരിക്കയോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം തങ്ങളുടെ ദേശത്തു നിന്ന് ആക്രമിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അതിന് അനുകൂലമായിരിക്കുന്ന ഒരു പ്രതികരണമോ പ്രതികൂലമായിരിക്കുന്ന പ്രതികരണമോ രണ്ടും അമേരിക്കയുടെ ഭാഗത്ത് പുറത്തു വന്നിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് UAEയുടെ അഭിപ്രായത്തെ അമേരിക്ക മാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ ആക്രമണങ്ങൾ വളരെ തീരെ കുറവാണ് എന്ന് വിലയിരുത്താൻ പറ്റും. അപ്പോൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമേരിക്കയ്ക്ക് അവരുടേതായിരിക്കുന്ന സ്വാധീനവും അവരുടേതായിരിക്കുന്ന ശക്തിയും ഉണ്ട് എന്ന് തെളിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ആക്രമണം നടന്നേ പറ്റും. അതുകൊണ്ടാണ് ഈ ആക്രമണം നിത്യേന എന്നോണം അമേരിക്ക നടത്തുന്നത്. പക്ഷേ അമേരിക്കക്ക് കനത്ത രീതിയിലുള്ള തിരിച്ചടികളും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് അവർ ആകെ പ്രതിസന്ധിയിലാകുന്നത്. പ്രതിസന്ധിയിലാവുക എന്ന് പറയുന്ന സമയത്ത് ഇതിനാൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ ഓരോരോ വർഷത്തിലുള്ള ബജറ്റ് സംവിധാനവും ഇപ്പോൾ വലിയ രീതിയിലെ നിയന്ത്രണത്തോടു കൂടിയാണ് പ്രഖ്യാപിക്കുന്നത് എന്നതാണ്. വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വലിയ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുന്ന സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള ബിൽഡിംഗ് പോലും ഉണ്ടാക്കണം. ഒന്നിൻ്റെ ദൂരം ഹൈറ്റ് വരുന്നത് 1 കിലോമീറ്ററാണ്. ഒന്നിൻ്റെ ഏകദേശം 1 കിലോമീറ്ററിന് മേലാണ്, 1.25 കിലോമീറ്ററോളം എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ UAEയിലുള്ള ബുർജ് ഖലീഫയാണ്. ബുർജ് ഖലീഫയുടെ ഇരട്ടിയോളം വരുന്ന തരത്തിലാണ് ഇപ്പോൾ സൗദി അറേബ്യയിലെ ബിൽഡിംഗ് പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യക്ക് നേരെയും ആക്രമണം പല ഘട്ടത്തിലും ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്കും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല 2030 എന്ന് പറയുന്ന മിഷൻ, ആ മിഷൻ ദൗത്യം പൂർണ്ണമാവണമെങ്കിൽ ഇവിടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും അത് കെടുതികളൊക്കെ അവസാനിക്കണം. എങ്കിൽ മാത്രമേ അത് ഒരു കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് വേഗത കൂട്ടിയിട്ട് ആക്രമണം നടത്താൻ വേണ്ടി പ്രശ്നപരിഹാരം ഈ പൂർത്തീകരണം നടത്താൻ വേണ്ടി സാധിക്കും. അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവർക്കും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. ഏതായാലും നിലവിലെ സാഹചര്യങ്ങൾ, നിലവിലെ അവസ്ഥകൾ വളരെ വളരെ സങ്കീർണമാണ്. പ്രതീക്ഷ പോലെയല്ല. നിലനിൽപ്പിന് വേണ്ടിയിട്ട് 4 വട്ടവും ഓടുന്ന ഒരു അമേരിക്കയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ കണ്ട, നമ്മൾ കേട്ട, നമ്മൾ മനസ്സിലാക്കിയ അമേരിക്കയല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ യാചിക്കുന്ന തരത്തിലാണ്. ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവസാനവട്ട ശ്രമം നടത്തിക്കൊണ്ട് ഈ പ്രശ്നപരിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ യുദ്ധവിരാമം ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഈ വിഷയം എന്ന് പറയുന്നത് ഇറാൻ ഇതിനോട് സഹകരിക്കുന്നില്ല. കാരണം ഇറാന് അമേരിക്കയെ വിശ്വാസമില്ല. അവർ ചതിക്കും എന്നുള്ളത് ഒരുപാട് അനുഭവത്തിൽ നിന്ന് തങ്ങൾക്ക് വ്യക്തമായ കാര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവരുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ള കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എന്തെങ്കിലും തിരുത്തലുകളോ മാറ്റങ്ങളോ വരുത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇറാൻ ഇതിലേക്ക് അടുക്കുന്നില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടുത്ത നിരാശയും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ചുരുക്കം.